എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസാറിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Strength card, 7 of Wands, 3 of Swords energy, 10 of Wands energy, Hermit, 7 of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ സ്ട്രെങ്ത് കാർഡാണ്. ഈ ഒരു മാസം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ഒരു കുറച്ചധികം ആത്മവിശ്വാസവും ധൈര്യവും അനിവാര്യമായിട്ടുള്ള സമയമാണ്. കാരണം ജീവിതത്തിൽ പല ചലഞ്ചസും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാസം എന്ന് പറയാം. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇങ്ങനെയുള്ള ചലഞ്ചസിനെയും അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് വളരെയധികം ആത്മധൈര്യം അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ആ ഒരു ആത്മധൈര്യം നിങ്ങളിലുണ്ട്, ഒരു സ്ട്രെങ്ത് എനർജി നിങ്ങളിലുണ്ട്. അതേപോലെ ഇൻഫിനിറ്റിയാണ് ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള അസാമാന്യമായിട്ടുള്ള ധൈര്യം, അപാരമായിട്ടുള്ള പക്വതയും അല്ലെങ്കിൽ എല്ലാത്തിനോടും മിതത്വം പാലിക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതിനെ നിങ്ങൾ അതിജീവിച്ചിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകും. അപ്പോൾ ഈ ഒരു സമയത്ത് ഡോണ്ട് ഗീവ് അപ്പ്, അതായത് തളർന്നിരിക്കാതിരിക്കുക എന്നുള്ളത് എടുത്ത് പറയുകയാണ്. കാരണം ഈ ഒരു സാഹചര്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് ഫീലിങ്സ് മൈൻഡിൽ വരാം, പക്ഷേ ഇതും ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ മുഴുവൻ ജീവിതവും ഇതല്ല എന്നുള്ളത്. അപ്പോൾ കാമായിട്ട് സാഹചര്യങ്ങളെ അതിജീവിക്കുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വേണ്ടുന്ന ഒന്ന് എന്ന് പറയുന്നത് ക്ഷമയാണ്. ക്ഷമയും അതുപോലെ തന്നെ കാര്യങ്ങളെ നേരിടാനുള്ള ആ ഒരു മനോധൈര്യവും അനിവാര്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മൈൻഡ്ഫുൾ അവയർനെസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് വേണ്ടത്. കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാരണം ചില സാഹചര്യം നമ്മൾ പറയും നമ്മളുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ക്ഷമിക്കുക, ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി ബി സ്ട്രോങ്, അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം. അത് പലരെയും സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്ന കാര്യമെന്ന് എടുത്ത് പറയാത്തത്. ചില ആളുകൾ ജോലിയായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, കുടുംബ അന്തരീക്ഷമായിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ്. പക്ഷെ ക്ഷമ ആണ് ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ ചെയ്യേണ്ടത് ക്ഷമിച്ചിരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടേത് എനർജി എന്ന് പറഞ്ഞാൽ 10 of Wands ആണ്. അപ്പോൾ ചില കാര്യങ്ങളുടെയൊക്കെ പര്യവസാനമാണ്. അപ്പോൾ ഇത് എന്തൊരു കാര്യവും തുടങ്ങുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ജനനവും മരണവും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന പോലെ ഒരു കാര്യം തുടങ്ങിയാൽ അത് അവസാനിക്കണം. എന്തിനും എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. ജീവിതകാലം മുഴുവൻ എന്നും ഒരേപോലെ ഇരിക്കില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 of Wands എനർജി കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുടെ പര്യവസാനമാണ്. ഈ പര്യവസാനം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ ചില ആളുകൾ ഇപ്പോൾ ജോലി മാറ്റമായിരിക്കും, ട്രാൻസ്ഫർ ആവുന്നുണ്ട്, അപ്പോൾ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് ഏതെങ്കിലും വിദേശ രാജ്യത്തോ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആവാം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങളുടെ വിസ അപ്പോൾ തീരുകയാണ്, അപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടുന്ന സാഹചര്യം, എങ്കിൽ മറ്റെന്തെങ്കിലും അത് തീർന്ന് പുതിയൊരിടത്തേക്ക് മാറിപ്പോകേണ്ട ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ആകാം, അല്ലാത്ത സിറ്റുവേഷനും ആവാം. അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത് നിങ്ങൾ കഴിഞ്ഞുപോയ കാലത്തിലുണ്ടായിരുന്ന പ്രാരബ്ധക്കെട്ടുകളുമായിട്ട് മുന്നോട്ടേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അത് കഴിഞ്ഞതാണ്, അപ്പോൾ അതവിടെ ഉപേക്ഷിക്കുക. ചില കാര്യങ്ങൾ നിങ്ങൾ എന്താണ് കൂടെ എടുക്കേണ്ടത്, അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്താണ് കൂടെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആവശ്യമില്ലാത്ത നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകേണ്ട, നിങ്ങളുടെ ഒബ്ലിഗേഷൻസ് കൂടെ കൊണ്ടുപോകാതിരിക്കുക. പ്രാരബ്ധക്കെട്ടുകൾ, അതായത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ശരിക്കും ആവശ്യം അനിവാര്യമായിട്ടുള്ളത് അത് കൂടെ കൊണ്ടുപോവുക. അതേസമയം തന്നെ റിലീസ് ചെയ്യാനുള്ളത് റിലീസ് ചെയ്യേണ്ടുന്ന സമയമാണ്. അപ്പോൾ എല്ലാം ഓപ്പർച്യൂണിറ്റീസ് എന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ
വളരെ വലിയ ഹെവി ബേർഡൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടുന്ന സമയമാണ് ഇതെന്നുള്ളതാണ് ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സഹിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് വന്നേക്കാം. അപ്പോൾ ആ സാഹചര്യത്തിൽ മാത്രമാണ് നിങ്ങൾ അത് ഒഴിവാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു സിറ്റുവേഷൻ വരെ എത്തിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അത് നോ പറയേണ്ടടുത്ത് ഇതിനി പറ്റില്ല, മുന്നോട്ടേക്ക് തുടർന്നു കൊണ്ടുപോകാൻ ചിലപ്പോൾ നിങ്ങളുടെ വിവാഹ ജീവിതമാകാം, അല്ലെങ്കിൽ വർക്കിൽ സിറ്റുവേഷൻ ടോക്സിക് വർക്ക് സാഹചര്യമായിരിക്കാം. അപ്പോൾ അത്രയും ഒരു ലെവലിൽ എത്തുമ്പോൾ നിങ്ങളായിട്ട് തീരുമാനിക്കുക ഇനി പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നൊരു സിറ്റുവേഷനിലാകാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സമയമാണ്. കാര്യങ്ങളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ 7 ഓഫ് ഫോൺസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി വളരെയധികം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. കാരണം ഒരു മനസ്സമാധാനവും സ്വസ്ഥതയും ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിട്ടുകളയാതിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പലതും വിട്ടുകളയാം. നേരത്തെ പറഞ്ഞത് പലർക്കും കൺഫ്യൂഷൻ ആവും. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനെല്ലാം വിട്ടുകളയേണ്ടത് ഏതാണ്, വിട്ടുകളയേണ്ടത് ഏതാണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതാണ് കുറച്ച് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒന്ന് മെഡിറ്റേഷനാണ്. പിന്നെ പ്രാർത്ഥനകൾ. ഇപ്പോൾ ശിവക്ഷേത്രം സന്ദർശിക്കാം, മഹാദേവൻ കൂവളമാല ശിവന് ചാർത്തുന്നത് നല്ലതായിരിക്കും ഹിന്ദുസ് ആയിട്ടുള്ളവരാണ് എങ്കിൽ. അല്ലാത്തവരും മെഡിറ്റേഷൻ ചെയ്യാം. റൂട്ട് ചക്ര ബാലൻസിങ് ആണ് ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത്. പിന്നെ സ്പിരിച്വലി കണക്റ്റഡ് വെറുതെ മെഡിറ്റേറ്റ് ചെയ്യാൻ, അതായത് നിങ്ങൾ ചമ്രം പടിഞ്ഞ് ഇരുന്നിട്ട്, അതായത് പത്മാസനത്തിൽ ഇരുന്ന് കൊണ്ടിട്ടുള്ള മെഡിറ്റേഷനിന് ടൈം കണ്ടെത്താൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങളെ ഗ്രൗണ്ടഡ് ആക്കി നിർത്തുന്നു എന്നുള്ളതാണ്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ. അതിന് പ്രായമായിട്ടുള്ളവർ ആവട്ടെ, അത് വീട്ടമ്മമാരായിക്കോട്ടെ, വിദ്യാർത്ഥികളായിക്കോട്ടെ, ജോലി ചെയ്യുന്നവരായി ആരും ആയിക്കൊള്ളട്ടെ, ഇവിടെ മറ്റൊരാൾ നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കാരത്തിലേക്ക് പോകുന്നതിനെ തടയാൻ ശ്രമിക്കാം. അതിന് നിന്നു കൊടുക്കാതിരിക്കാം. അതിന് ഏറ്റവും വലിയൊരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയാണ്. നിങ്ങളിൽ ചില ആളുകൾക്ക് നിങ്ങൾക്കൊരു ഗുരുവിനെ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആളുടെ സഹായത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് നേർവഴി കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളെ സഹായിക്കുന്നു. അതേപോലെ വിദ്യാർത്ഥികൾക്കും ചെറിയ ചലഞ്ചസ് ഉണ്ടാവാം ഈ ഒരു സമയത്ത്. കാരണം ഇന്ന കോഴ്സ് ഏത് എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടം ഏതാണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഏതാണ് എന്ന് നോക്കി മാത്രം ഒരു തീരുമാനം സുഖമായിട്ട് എടുക്കാവുന്നതാണ്. പക്ഷേ പലപ്പോഴായിട്ട് സാഹചര്യങ്ങൾ, സിറ്റുവേഷൻ, പലതും കൊണ്ടിട്ട് ആ തീരുമാനം നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നില്ല. പക്ഷെ അത് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, ആ ഒരു ചോദ്യം മാത്രം മതി ഇവിടെ. അപ്പോൾ അത് നിങ്ങൾ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് 3 ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത്തിരി ചെറിയ ചെറിയ സങ്കടങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചലഞ്ച് വരുന്നുണ്ട്. പെട്ടെന്ന് സ്ട്രെസ്ഫുൾ ഒരു മോഡിലേക്ക് പോവാം നിങ്ങൾ. അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ള. ഒരു സെപ്പറേഷൻ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ പലരെ സംബന്ധിച്ച് പല കാര്യത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഹീൽ ചെയ്യാനുള്ള ഒരു അവസരം, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഹീൽ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നു. ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ, സാഹചര്യങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു തരത്തിൽ പറഞ്ഞാൽ പോസിറ്റിവിറ്റിയാണ്. കാരണം ഈ നെഗറ്റിവിറ്റി ജീവിതത്തിൽ നിന്ന് നടന്നകലുകയാണ്. ഒരു ആശ്വാസം എന്നുള്ള രീതിയിലാണ്, ഒരു ജീവിതത്തിൽ നിങ്ങൾ ഹീൽ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ ബിസിനസ്സിൽ ഒത്തിരി ചാലഞ്ചസ് ഒക്കെ നേരിടുന്നവർ ചെറിയ രീതിയിൽ ബിസിനസ് മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങുന്ന സിറ്റുവേഷൻ, നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ ഇവിടെയും വീണ്ടും പറയാനുള്ള മെയിനായിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യം, ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഡോണ്ട് ഗീവ് അപ്പ് ചെയ്യാൻ പറ്റിയ സമയമല്ല, വിട്ടുകളയരുത് ഇപ്പോൾ. കാരണം ഇപ്പോൾ മുന്നോട്ടേക്ക് വരുമ്പോൾ സാഹചര്യങ്ങൾ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വിട്ടുകളഞ്ഞാൽ കരക്കെടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് അല്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ, മുന്നോട്ടേക്ക് പോകുന്നില്ല, ഒരു പ്രോഗ്രസ് ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ട് എങ്കിൽ ഒറ്റ ദിവസം കൊണ്ടല്ല റോമ സാമ്രാജ്യം നിർമ്മിച്ചത് എന്നുള്ളത്. റോം ഇസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്വപ്നം എത്രത്തോളം വലുതാണോ അത് നിർമ്മിച്ചെടുക്കാൻ അത്രത്തോളം സമയം വേണ്ടി വരും എന്നുള്ളതാണ്. ഒറ്റ ദിവസം കൊണ്ട് നിർമ്മിക്കാൻ പറ്റിയതല്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. ക്ഷമയോട് കൂടിയിട്ട് നിൽക്കുക. ഓക്കെ.
ക്ഷമയാണ് ഈ ഒരു മാസത്തെ നിങ്ങളുടെ തീമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. എല്ലാവർക്കും നന്ദി.